ഹലോ ക്രിയേറ്റേഴ്സ്, ഡ്രീം ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് എങ്ങനെ കളർഫുള്ളാക്കാനാണ്. എക്സാമ്പിളായിട്ട് എൻ്റെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഒരു പച്ചമയം കാണാം, ഗ്രീൻ കളർ അവിടെ കാണാം. ഈ ഒരു കാര്യം നമ്മളെ ഫോട്ടോഷോപ്പിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സി ഡ്രൈവിലാണ്. അപ്പോൾ സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യാം. അതിൽ അഡോബി ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഡോബിയുടെ എല്ലാ സോഫ്റ്റ്വെയറും കാണാം. അതിൽ ഫോട്ടോഷോപ്പിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം റിക്വയർഡ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ആ റിക്വയർഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ UI കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലാണ്, ടെക്സ്റ്റ് ഫയലാണ്. അത് ഒന്ന് കോപ്പി എടുത്തേക്കാം. കോപ്പി എടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ അങ്ങനെ സേവ് ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽസൊക്കെ കിട്ടും. ഇത് UI കളേഴ്സ്, ഗ്രീൻ കളർ, ഓറഞ്ച്, അങ്ങനത്തെ കളേഴ്സാണിത്. അപ്പോൾ നമുക്കിത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഗ്രീൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് അല്ലെങ്കിൽ വേണ്ട, പിങ്ക് നോക്കാം. പിങ്ക് എടുക്കാൻ അതിന് നമ്മളിത് കോപ്പി ചെയ്യാം, ഈ ഒരു ഫയൽ. അതിനുശേഷം നേരത്തെ ഓപ്പൺ ചെയ്ത ആ റിക്വയർഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിൽ ഈ ഫയൽ പേസ്റ്റ് കൊടുക്കാം. പെർമിഷൻ ചോദിക്കും, കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഫയൽ നെയിം ജസ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഈ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത ആ പിങ്ക് എന്നുള്ള ഫയൽ റീനെയിം കൊടുക്കാം. എന്നിട്ട് ആ ഒരു നെയിം ഇവിടെ കൊടുക്കാം. ഇനി നമ്മൾ ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കളർ ഗ്രീനിൽ നിന്ന് പിങ്ക് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഏതെങ്കിലും കളേഴ്സിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും. പിങ്കാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. പിങ്ക് കളറാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ടീൽ, വയലറ്റ്, ഓറഞ്ച്, ഗ്രീൻ ഏത് കളേഴ്സ് വേണമെങ്കിലും ആക്കാം. ഇനിയിപ്പോൾ ഇതിലില്ലാത്ത കളേഴ്സ് ആണെങ്കിലും നമുക്കത് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു RGB വാല്യൂ ഏത് കളറാണോ അത് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ നോക്കാം. ടൈറ്റിൽ നോക്കിയിട്ട് ഏത് ഇതാണോ എന്നുള്ളത് നോക്കി അവിടെ ചേഞ്ച് ചെയ്യാം. എല്ലാതും ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ എറർ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ആ UI കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അറിയാത്തവർക്ക് ഷെയർ ചെയ്യാം.